ഹായ് ഫ്രണ്ട്സ്, A2Z ഫാരിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു ഓംലെറ്റ് പഫിൻ്റെ റെസിപ്പിയാണ്. ഇത് എൻ്റെ ഫ്രണ്ട് നീനുവിൻ്റെ റെസിപ്പിയാണ്. അവളടുത്തുനിന്നാണ് ഞാനിത് പഠിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്കും കൂടി ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നന്നായി ലൂസായിട്ട് കുഴച്ചെടുക്കരുത്, നല്ല കുറച്ച് ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കുറച്ച് ടൈറ്റായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. എന്നാലും നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മേലെ വേറൊന്നും കൂടി പരത്തി വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. പരത്തുന്നത് രണ്ടും നമ്മൾ ഒരേ അളവാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. ഇപ്പോൾ രണ്ടും ഒരേ സെയിം അളവാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായി നേരിയതാവാതെ കുറച്ച് കട്ടിയിൽ തന്നെ ഇത് പരത്തിയെടുക്കണം. രണ്ടും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്ലേറ്റിൽ വെക്കുമ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ഇത് മൊത്തമായിട്ട് ചെയ്തെടുക്കണ്ട, നമുക്ക് ഓംലെറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം നമ്മൾ ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ട ഇതുപോലെ കുറച്ച് സ്ഥലം വിട്ടിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു പ്ലേറ്റിൽ കുറച്ച് പൊടി ഇട്ടിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കാം. ഇനി നമുക്ക് ഓംലെറ്റ് റെഡിയാക്കാം. അതിന് ഞാനിവിടെ ഒരു മുട്ടയും 1 കഷ്ണം ഉള്ളി, കറിവേപ്പില, 2 പച്ചമുളക്, കഷ്ണം തക്കാളി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ്, വെജിറ്റബിൾസ് എല്ലാം വേണമെങ്കിൽ ആഡ് ചെയ്യാം, ചിക്കൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗവും ഇതുപോലെ ഫോൾഡ് ചെയ്തിടാം. നമ്മളിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പ് വന്നിട്ട് ഈ മുട്ട ലീക്കായി പോവും. അപ്പോൾ ചെറുതായിട്ട് ചെയ്യാണ്ട് നമുക്ക് കുറച്ച് കട്ടിയായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു നോർമൽ ചൂടുള്ള എണ്ണയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിൽ ഇത് ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓംലെറ്റ് ഉള്ളൊന്നും ആവാതെ പുറത്ത് മാത്രം ഫ്രൈ ആയി പോവും. അപ്പോൾ ഇത് ആയിനോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കത്തി വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നല്ലോണം ഉള്ളെല്ലാം ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എടുക്കാം. ഞാനിപ്പോൾ ഒന്നും കൂടി ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരേ അളവിൽ പരത്തിയെടുക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഗ്യാപ്പ് വരാതെ ഫോൾഡ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മുട്ട ഒഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ലീക്കായി പോവും. ഇതുപോലെ മുട്ട ഒഴിച്ചെടുക്കാം. നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് മുട്ട ഒഴിക്കാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾ പിടിച്ചിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് ഒഴിച്ചെടുക്കാം. ഇതുപോലെ പ്ലേറ്റിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് എളുപ്പമായിരിക്കും. നമുക്ക് ഇതെല്ലാം ആക്കിയെടുക്കുമ്പോഴും തന്നെ എണ്ണ ചൂടാക്കാൻ വെക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുട്ടയെല്ലാം ഒഴിച്ചതിന് ശേഷമാണ് ചൂടാക്കുന്നുണ്ടെങ്കിൽ മുട്ടേൻ്റെ ഇതിൽ നമ്മളെ മാവ് നനഞ്ഞു പോവും. ഇപ്പോൾ ഞാനിവിടെ രണ്ടും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.